അപ്പോൾ ഗൈസ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ നമുക്ക് അടിപൊളി വെള്ളപ്പാണിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ മാവിനാണ്. അപ്പോൾ ഇതിൻ്റെ മാവ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഞാനൊരു വെള്ളപ്പം ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ഞാൻ തേങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഒരു തേങ്ങ ഒക്കെ പൊട്ടിച്ച് അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. പുറത്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമ്മൾ വെള്ളപ്പത്തിനുള്ള പച്ചരി കുതിർത്തി വെക്കാൻ പോവുകയാണ്. ഏകദേശം ഞാനൊരു ഗ്ലാസ് അരിയാണ് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് കുതിരാൻ വയ്ക്കുക. ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഞാനത് തുറന്ന് നോക്കി. അരി നന്നാക്കി കുതിർന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്യാം. ഓൾറെഡി ഞാൻ വാഷ് ചെയ്തിട്ടാണ് കുതിർത്തി വെച്ചത്. അപ്പോൾ പച്ചരി എല്ലാം കഴുകി വെച്ചു. ഇനി ഞാൻ കുറച്ച് ഈസ്റ്റ് ഒന്ന് കുതിർത്തി വെക്കാൻ പകരം ഏകദേശം ചെറിയൊരു സ്പൂണിന് ഞാൻ 1 സ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് കുതിർത്തി വെക്കുകയാണ്. ഏകദേശം ഇതൊരു 3-4 മിനിറ്റൊക്കെ കുതിർത്തി വെച്ചാൽ മതിയേ. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും മതിയാ. ഇനി നമ്മൾ പച്ചരി അടിച്ചെടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളത്തിന് പകരം നമ്മൾ രാവിലെ തന്നെ പഞ്ചസാരൊക്കെ ഇട്ട് മാറ്റി വെച്ച തേങ്ങ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിതിലേക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് മുങ്ങുന്ന രീതിയിൽ മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് വളരെ നൈസായിട്ട് അരച്ചെടുക്കാൻ പോവാണ്. എത്ര നൈസാക്കി അരയ്ക്കാൻ പറ്റുമോ അത്രയും നൈസാക്കിയിട്ട് അരച്ചെടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ബാച്ച് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടുത്ത ട്രിപ്പും കൂടെ അരി സെയിം ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് കലക്കി വെച്ച് ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിത് ചെറിയൊരു ഗ്ലാസ് അളവിന് നമ്മുടെ സാധാ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ടേബിൾ സ്പൂണ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 2.5 ടേബിൾ സ്പൂണ് ചോറുണ്ടാവേ. ഓക്കെ, സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ ഒഴിച്ച തേങ്ങ വെള്ളത്തിൻ്റെ കുറച്ചും കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു, അതും ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സാധാ പച്ചവെള്ളമാണ്. ഓക്കെ, മുങ്ങുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നൈസാക്കി അടിച്ചുകൊണ്ടുവരാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ വരി നൈസാക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മളിതിൽ ഈസ്റ്റും തേങ്ങയും ചോറൊക്കെയാണ് ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ പാത്രം കുറച്ച് ചെറുതാണ്. ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് വയ്ക്കുകയാണ്. ചിലപ്പോൾ ഇത് പൊങ്ങാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നാക്കി അടച്ച് വയ്ക്കാം. എന്നിട്ട് രാവിലെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം ഞാനൊരു 7 മണിക്കാട്ടോ ഇത് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ ഗൈസ്, മോർണിംഗിൽ ഒരു 5:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപാടെ ഇത് തുറന്ന് നോക്കി. ഇതിന് മേൽക്കൂടൊക്കെ കുറച്ചൊക്കെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. മാവ് നന്നാക്കി പൊങ്ങി വന്നിട്ടുണ്ട്.
കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നോക്കിയതിന് ശേഷം വീണ്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഗ്യാസെല്ലാം കത്തിക്കുകയാണ്. ഞാൻ വെള്ളപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ ജസ്റ്റ് ഒരു തുണി കൊണ്ടൊക്കെ നന്നാക്കി തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു തവി മാവ് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലിതാ കുറേശ്ശെ ബബിൾസൊക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം മാത്രം അടച്ചു വയ്ക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും തുറന്ന് നോക്കി, വെള്ളപ്പത വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ വെള്ളപ്പ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അടുത്തതും കൂടെ ഇതാ ഇതിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബബിൾസ് വന്നതിന് ശേഷം അടച്ചു വയ്ക്കുക. തുറന്നു നോക്കാൻ. ഓക്കെ, അങ്ങനെ ഞാനിതാ എല്ലാ വെള്ളപ്പവും ചുട്ടെടുക്കാൻ പോവാണ്. ഈ വെള്ളപ്പത്തിന് നല്ല ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി ഞെരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം എടുത്താൽ മതി. പക്ഷെ ഞാൻ ഇങ്ങനെ സോഫ്റ്റായിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം. ഞാനതാണ് ഈ സമയത്ത് ഇതെടുത്തത്. അപ്പോൾ നമ്മളിതാ എല്ലാ വെള്ളപ്പവും ഇതാ ഇതുപോലെ തന്നെ ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും വെള്ളപ്പം ചുട്ടിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, വെള്ളപ്പം നല്ല പൂ പോലത്തെ പെർഫെക്റ്റാണ്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് ഇന്ന് ചെറുപയറിൻ്റെ കറിയാണ്. ഈ വെള്ളപ്പത്തിൽ തേങ്ങാപ്പാലും പഞ്ചസാരൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചെറുപയർ കറിയിൽ ഞാൻ ഒരു നുള്ള് നല്ല ജീരകവും തേങ്ങയും മാത്രമാണ് അരച്ചത്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇറക്കാൻ നേരത്ത് ഇട്ടിക്കണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ കറീൻ്റെ വീഡിയോ ഒക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.